പുതിയ നിയമവിശ്വാസികളായ നമ്മുടെ ഒരു മഹത്വമാർന്ന പ്രത്യേകതയത്രേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു എന്നത്. അങ്ങനെ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നു. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് നമ്മോട് സാക്ഷ്യം പറയുന്നു. തീർന്നില്ല, പരിശുദ്ധാത്മാവ് നമ്മിൽ ചെയ്യുന്ന മറ്റൊരു കാര്യമത്രേ കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 2 അധ്യായം 10 ദൈവം തൻ്റെ ആത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ഒരു സത്യം മനസ്സിലാക്കണമെങ്കിൽ ഒരു അടയാളമോ ഒരു അത്ഭുതമോ നടക്കണമെന്നില്ല. മറ്റൊരാൾ നമുക്കത് വിശദീകരിച്ച് തരണമെന്നുമില്ല. പകരം നമ്മിൽ ഓരോരുത്തരിലും അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. നാം അറിയണമെന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളും നാം മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന അവിടുത്തെ പദ്ധതികളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഈ വെളിപ്പെടുത്തൽ വെറും ഉപരിതലത്തിലുള്ളതല്ല, പകരം എ ഡീപ്പ് റെവലേഷൻ, ആഴത്തിലുള്ള വെളിപ്പെടുത്തലാണ്. മനുഷ്യൻ്റെ ബുദ്ധിക്കെത്താത്തതും ഗ്രഹിക്കുവാൻ സാധിക്കാത്തതുമായ കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. നാം ആരും ദൈവത്തിൻ്റെ ആഴത്തിൻ്റെ അടിത്തട്ടിൽ ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ വീണ്ടും വീണ്ടും സമർപ്പിക്കുന്ന ഒരു ദൈവ പൈതലിനെ വീണ്ടും വീണ്ടും ആഴത്തിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കും. ഈ ഒരു ചിന്ത എപ്പോഴും നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും മഹത്തായ വെളിപ്പെടുത്തലുകൾ നമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മിൽ എന്നേക്കുമായി വസിക്കുന്നു എന്നതിനാൽ നാം എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് ഓർക്കുക. ഇനിയും അങ്ങോട്ട് നമുക്ക് വേണ്ടുന്നതായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും വാഗ്ദാനങ്ങളും വ്യവസ്ഥകളും പദ്ധതികളും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആത്യന്തികമായ പദ്ധതികളെ വിവേചിച്ചറിയാൻ പരിശുദ്ധാത്മാവ് ഒരു സഹായിയായി എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെന്ന് നമ്മോടെല്ലാവരോടുമായി പറയുവാനുള്ളത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഡിയർ ഫ്രണ്ട്സ്, നമുക്കിന്നിങ്ങനെ പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, അങ്ങയുടെ അത്ഭുതകരമായ പദ്ധതികൾക്കും അതവിടുത്തെ മഹത്വത്തിനായി എന്നെ വെളിപ്പെടുത്തുന്നതിനാലും എന്നിൽ നിവർത്തിക്കുന്നതിനാലും ഞാനിന്ന് അങ്ങയെ സ്തുതിക്കുന്നു. ആമേൻ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.